കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടണ്, ആകെ വയ്യാക്കാണ്. ഞരമ്പ് വലിഞ്ഞു മുറുകണം, പേശികളാകെ ഉരുണ്ടുകയാണ്. ജുറാസിക് വേൾഡിലെ ഡൈനോസർ വന്ന് നിന്ന് തിന്നാൻ വരണ പോലെ വരിക. ഭവാനി ഒന്ന് മനസ്സിലാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. പോയെ എന്തെങ്കിലും വികാരമുള്ള ജീവിനെ അപ്പുറത്ത് തന്നാലല്ലേ ചിരിപ്പിക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്താ കാണിക്കണെന്ന് അങ്ങനെ മനസ്സിലായിട്ട് പോലും ഇങ്ങനെയാണോ ഞാൻ കെട്ടണമെന്ന് പറഞ്ഞേ. Okay, let's get started. എപ്പ തുടങ്ങിയട ഈ അസുഖം? ഇന്ന് രാവിലെ. ഇത് ജലദോഷമല്ല, ഞരമ്പ് രോഗമാണ്. മാറ്റിപ്പിടി. മൂക്കിൽ 22 നരച്ച രോമമുണ്ട്. Okay, അപ്പൊ ഇതിൽ കണ്ണും നോക്ക് ചെയ്യാന്നുള്ള ഈ ഒരു ഗെയിം ശരിക്കും പറഞ്ഞാൽ പലരും ഭയങ്കര കൺട്രോളിംഗ് പവർ ആയിട്ട് അവരധികം ചിരിക്കാതിരുന്നു. പക്ഷേ വള്ളി പൊട്ടിയ പോലെ അല്ലെങ്കിൽ ലൂസായിട്ട് ഈ ഒരു ഗെയിം കളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഉല്ലാസേട്ടൻ, ഒന്ന് അബി ആൻഡ് അനു. ഈ കൈനഗിരി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ? കൈനഗിരി ആലപ്പുഴയിലാണ്. ഒരു നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമമാണ്. നല്ല ആൾക്കാരും അല്ലേ? നല്ല ആളുകൾ. അവരെല്ലാരും കൂടെ ഒരു ടെമ്പോ വിളിച്ചിട്ടാ വന്നിട്ട്. അതെ, സുരാജേട്ടനും ആ നാട്ടുകാരുടെ സ്നേഹം അറിയാലോ അല്ലേ? പണ്ട് അവിടുന്ന് കുറെ പേര് ഗൾഫിൽ പോയിട്ടുണ്ട്, എനിക്ക് പൈസ തരാണ്ട് പറ്റിച്ച്. അപ്പോ ആ കൈനഗിരിയിൽ നിന്ന് കുറച്ച് പേര് നമ്മത്തെ കാണാൻ വേണ്ടിട്ട് ആരൊക്കെ വന്നിട്ടില്ലേ? ജയശ്രീ കാണാനായിട്ട് വന്നതാണ്. ആണോ? കൈലഗിരി ജയശ്രീ എല്ലാം മനസ്സിലായി കാണുമല്ലേ? മനസ്സിലായില്ല. അതാണ് ക്ലാപ്പന ക്ലിന്റൺ ദാസ് എന്ന് പറഞ്ഞാൽ കൈനഗിരിയിൽ അറിയപ്പെടുന്ന ഒരു കൊറിയോഗ്രാഫറാണ്. ക്ലാപ്പന ക്ലിന്റൺ ദാസ്. ഞാനിപ്പോ ജയശ്രീയെ വെച്ചിട്ടൊരു മെഗാ ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട്. പെർമിഷൻ എടുക്കാണ്ടോ? അല്ല, പെർമിഷൻ എടുത്ത് ഞാൻ അഡ്വാൻസും മേടിച്ചല്ലോ. അപ്പൊ നിങ്ങൾ തമ്മിൽ അറിയാം, വെറുതെ അഭിനയിക്കല്ലോ കേട്ടോ. അങ്ങനെ എന്റെ അഡ്വാൻസ് മേടിച്ചു, തെളിവുണ്ട്. അയ്യോ, ജയശ്രീ അല്ല മേടിച്ചത്. ജയശ്രീയുടെ അമ്മ കൈനഗിരി രേവമ്മ എന്റെ അഡ്വാൻസ് മേടിച്ചു. രേവമ്മ വിളിക്ക്. മോളി ജയശ്രീ, അമ്മ പറയണത് കേള്. നിനക്ക് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഈ അമ്മയുടെ കൂടെ നീ വരണം. സുരാജേട്ടാ, നിങ്ങളെങ്കിലും ഒന്ന് ബിന്ദു ചേച്ചിയുടെ സൗണ്ടിൽ ഒന്ന് പറയോ എന്റെ മോളുടെ എന്റെ കൂടെ വന്ന് വരാൻ. എന്റെ മോളെ നീ ഒന്ന് ചെല്ലും മോളെ. ഇല്ല, ഞാൻ ചെല്ലൂല്ലോ സുരാജേട്ടാ. അയ്യോ, അങ്ങനെ പറയരുത്. എന്റെ കൂടെ ക്ലിന്റൺ ദാസിന്റെ നാട്ടുകാരൊന്ന് പഞ്ഞിക്കിടും വന്നില്ലെങ്കിൽ കൈനഗിരി രേവമ്മയ്ക്ക് വാക്കൊന്നേ ഉള്ളൂ, അത് തട്ടാനേ സത്യം. അതുകൊണ്ട് ഒന്ന് വരുമോ മോളെ എന്റെ കൂടെ? ഞാൻ അവന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ്. ഞാനാണ് അഡ്വാൻസ് മേടിച്ചിട്ടുള്ളത്. അത് ഞാൻ വാങ്ങിച്ചു. ഞാൻ ഇനി നീ പോയില്ലെങ്കിലേ ആ അഡ്വാൻസ് അവന്റെ മൂക്കിൽ നിന്ന് എടുത്തോണ്ട് പോകും മോളെ. ആ അഡ്വാൻസിലാണ് ഞാൻ ഈ പുതിയ മൂക്കുത്തി വാങ്ങിച്ചത്. എത്ര മണിക്കാണ് പരിപാടി? പരിപാടി ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ പരിപാടി തുടങ്ങും. അപ്പൊ എന്റെ ഫുഡ്, അക്കോമഡേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? ബാവുവിന്റെ വള്ളം വരും, നമ്മൾ കേറും, കൊണ്ടാക്കും, തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി തരും. അതെന്താ വർത്താനടാ നീ പറയണേ? എന്റെ മോളിപ്പോ സെലിബ്രിറ്റി അല്ലേ, അപ്പൊ അതൊന്നും പറ്റില്ല. എന്തൊരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ പുന്നമടക്കായലിൽ ടൈറ്റാനിക് ഒന്നും കൊണ്ടിറക്കാൻ പറ്റില്ല, വള്ളത്തിൽ പോയേ പറ്റൂ. അപ്പൊ അക്കോമഡേഷനോ? അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പിളിയപ്പച്ചിന്റെ വീട്ടിലെ താഴെ ഒരു ചായ്പുണ്ട്, ഒരു സാരി വളച്ച് കെട്ടിയിട്ടുണ്ട്, മേക്കപ്പ് ചെയ്യുന്നു, സ്വിച്ച് ഇടാണ് കയറുന്നു, പരിപാടി കളിക്കുന്നു. ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് മൊത്തം സെറ്റപ്പ് ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ അപ്പഴേ പറഞ്ഞേടാ ഇവള് വരില്ലാന്ന്. ഇവളാ ചക്കഗോപനെ നോക്കിക്കൊണ്ടിരിക്കണ. അവ ഇപ്പൊ പുതിയ ലുക്കിലാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ രണ്ടും കൂടിയിട്ട് ജയശ്രീ കൊണ്ടുപോകാൻ വന്നല്ലേ? നടക്കില്ല. ഈ ഭൂമിയില് ഒരാളെ വിളിച്ചാൽ മാത്രമേ ജയശ്രീ വരൂ. ജയശ്രീ വാ.
ഇന്ന് മൊത്തം 1, 2, 3, 4 ഗസ്റ്റിനെ നമുക്ക് കിട്ടിയിട്ടുള്ള കേട്ടോ. ഹാപ്പി അല്ലേ ടീം സൂപ്പർ ഷോ? ഓക്കെ, അത്ര ഹാപ്പി ഒന്നും അല്ല. അപ്പളേ ഇന്ന് നിങ്ങൾ രണ്ടുപേരും പൊക്കോളൂ. ഞങ്ങൾ ഇനി അടുത്ത ടാസ്ക് ചെയ്യട്ടെ. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കൈനഗിരി രേവം ഒരു വാക്ക് പറഞ്ഞ വാക്കാണ് തട്ടാണ് സത്യം. അതുകൊണ്ട് ഇന്ന് ഞാൻ വരുവാടാ നിന്റെ കൂടെ. നീ വാടാ. എന്റെ കലാസഭരെ ഇന്ന് അവസാനം. വേണമെങ്കിൽ ഒരു ഗായകനുണ്ട് കൊണ്ടുപോക്കോ, പരിപാടി നടത്തിയാൽ മതി. പരിപാടി ഹിറ്റായിരിക്കും. എന്നാ വാണ, എന്തായാലും എന്നെ പഞ്ഞിക്കിടും, അണ്ണനും കൂടെ ഇടാൻ പറ്റും. ഞാൻ വരൂല. എല്ലാത്തിന്റെയും ക്ലൈമാക്സ് ഒരുപോലെ ഇരിക്കുന്നുണ്ട്. എന്താ ഇവിടെ കെട്ടുന്ന വണ്ടി അത് അടിപൊളി. എന്ത് തോന്നി നമിത? ആക്ച്വലി ചാക്കോച്ചിനെ പോലെ ഉണ്ട്. താങ്ക് യു. Same. ഹൃദയാര്യ പ്രണയകഥ എന്ന സിനിമയില് ചാക്കോച്ചന്റെ കുറച്ച് പോർഷൻസ് ഞാനാ ചെയ്തത്. Nice. ഭയങ്കര ശരിക്കും സിമിലറാ, ഭയങ്കര ഇത്ര അടുത്തിരുന്നിട്ടും ലൈക്ക് നമുക്കത് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഡിറ്റോട്ടോ. അപ്പൊ ചാക്കോച്ചിനായിട്ട് ഭയങ്കര ക്ലോസ് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളല്ലേ നമിത? അപ്പൊ പറയണം, ഇന്നും ഞാനൊരു ചാക്കോച്ചിനെ കണ്ടിരുന്നു. ചാക്കോച്ചിന് അയച്ചു കൊടുക്കാൻ ഒരു സെൽഫി എടുക്കാമോ? സൂപ്പർ ഷോലിന് ചെറിയൊരു ടാസ്കിലേക്ക് പോവാൻ പോവാണ്. എന്താ കയ്യിൽ ഞാൻ തന്നിട്ടുള്ളേ? ഒരു യെസ് ഒരു നോയും. അല്ലേ? ഏറ്റവും കൂടുതൽ യെസ് ആണോ നോ ആണോ പറയാറ്? ഞാൻ ഏറ്റവും കൂടുതൽ യെസ് പറയുന്ന ആളാ. എനിക്ക് ഭയങ്കര യെസ് മുഖത്ത് നോക്കി നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടേ പിന്നെ എടുക്കില്ല ഫുഡ്. നവി ചേച്ചി എങ്ങനെയാ നോ പറയേണ്ട അടുത്ത് നോ പറയും? ഇല്ല, ഞാൻ ആ ജോലി അച്ഛനെ ഏൽപ്പിച്ചേക്കാം. അച്ഛനാണോ മാനേജർ? അങ്ങനല്ല, ആരെന്തെങ്കിലും വിളിച്ചാൽ നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ അച്ഛൻ നമ്പർ തരട്ടോ, ഒന്ന് അച്ഛനായിട്ട് സംസാരിക്കും. അച്ഛൻ്റെ അടുത്ത് എന്നെ കൊണ്ട് വയ്യ മനുഷ്യന്മാരോട് ഇങ്ങനെ പറ. ഇനി നവ്യ അങ്ങോട്ട് വിളിക്കുമ്പോ നവ്യ ഇന്ന് നാളെ ഒരു ഇതുണ്ടായിരുന്നു, ഒന്ന് വരാവോ? ഞാൻ അച്ഛന്റെ കൊടുക്കാം. നടക്കൂലേ? നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പല്ല് തേക്കാതെ ഫുഡ് കഴിക്കാറുണ്ടോ? ഒരു മിഡ് കോഫി പോലും വൈ എന്റെ വീട്ടിൽ എന്റെ മകനടക്കം കളിയാക്കുന്ന OCD കുട്ടി എന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് ഇമ്മീഡിയറ്റ് ആയിട്ട് പുതച്ചിരിക്കുന്ന പുതപ്പ് മടക്കുക, എന്നിട്ട് വാഷ്റൂമിൽ പോവാ, എന്നിട്ട് പല്ലേക്ക്. ഇത് മൂന്നും ഇങ്ങനെ ഒരു ചെയിനാ. ഇത് കഴിയാതെ ഞാൻ ഫോൺ പോലും തൊടാറില്ല. ഭയങ്കരം തന്നെ. രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു കാരണം വെച്ചാൽ എനിക്ക് ത്രോട്ട് ഈ ഭയങ്കര പ്രശ്നങ്ങൾ വരാറുള്ളതുകൊണ്ട് എപ്പോഴും ഡോക്ടർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ശരിക്കും പല്ല് വെച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ പോകുന്നു പറഞ്ഞു. അപ്പൊ അത് ചെയ്യാറുണ്ട്. രാവിലെ എണീറ്റിട്ടുണ്ടല്ലോ, എവിടെ എണീക്കുന്നു, എങ്ങനെ എണീക്കുന്നു, ഏത് സമയത്ത് എന്നൊക്കെ ഉള്ളതനുസരിച്ചിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും. കൊള്ളാം, എവനാള് കൊള്ളാം. രാവിലെ ചിലപ്പോ നമ്മള് എഴുന്നേറ്റ ഉടൻ ചിലപ്പോ ഒരു കോഫി അടിച്ചിട്ട് ചിലപ്പോ പുറത്തോട്ട് പോകും. ആ സമയത്ത് ചിലപ്പോ അവിടെ ചെല്ലുമ്പോഴായിരിക്കും നോക്കുമ്പോൾ നല്ല അപ്പവും മുട്ടക്കറിയും ഉള്ളത്തിരിക്കും. അയ്യോ പല്ല് വെച്ചില്ലല്ലോ. ഇവർക്ക് ഭ്രാന്താടാ. ഓക്കെ, അടുത്തത് സ്കൂൾ ടൈമിൽ ലൈൻ അടിച്ചിട്ടുണ്ടോ? ഇത് സ്കൂള് തൊട്ടോ? LKG തൊട്ട് തുടങ്ങിയതാ. നിങ്ങൾ വിചാരിക്കണ അപ്പുറത്തെ കഴിവുകൾ അങ്ങനെയുണ്ട്. സുരേഷേട്ടാ 2ാം ക്ലാസ്? 2ാം ക്ലാസ്സിലൊന്നും അല്ല, 8-ലോ 9-ലൊക്കെ. 8-ലോ 9-ലായിരുന്നു. അല്ലേ, ഒരു സംശയം, ലൈൻ അടിച്ചിട്ടുണ്ടോന്ന് അതിന്റെ വിട്ടൊന്നും അയ്യോടാ മനസ്സിലായില്ല. പൊന്നോ ഒടുക്കത്താ. പിന്നെ അല്ലോ അല്ല അതല്ല, ഏത് വരെ എത്താം? അതാണ്. അതായത് ഈ നമ്മുടെ മനസ്സിൽ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ ആരോടെങ്കിലും എന്നാണോ? അതെ. അതോ അത് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ക്രഷ് ഇല്ല. അതാണ് 2 വേ ഇല്ല. ഇവിടുന്ന് അങ്ങോട്ട് പുറകെ നടന്ന്. എന്റെ കേസിൽ എങ്ങനെയാന്ന് വെച്ചാ ആ ചേട്ടന് എന്നെ ഇഷ്ടമായിരുന്നു. എന്നോട് ഒന്ന് ജസ്റ്റ് പേരൊക്കെ ചോദിച്ചു. പക്ഷെ എനിക്ക് പേടിയായതുകൊണ്ട് ഞാനങ്ങ് ഓടി. ആരെ പേടി? കാലത്തല്ലല്ലോ, അപ്പൊ ഭയങ്കര ഗ്രാമമൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ പേടിയാകും. അയാളൊന്ന് പേരൊക്കെ ചോദിക്കും. ആ ചേട്ടന് പേരറിയാൻ വേണ്ടി ചോദിച്ചൊന്നുമല്ല. അടുത്ത ചോദ്യം, പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചിട്ടുണ്ടോ? ഈ കുട്ടി ഗാങ്ങിന്ന് ഔട്ടാക്കി കളഞ്ഞാലോ? അടിച്ചിട്ടില്ല. അമ്മ ടീച്ചർ ആയിരുന്നില്ലേ? ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാൻ കോളേജിൽ പഠിക്കണ സമയത്തെ പ്രിന്റഡ് ആയിട്ടുള്ള സൽവാർ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് എന്നിട്ട് ഞാൻ എഴുതിയത് എല്ലാ ബോയ്സും. എന്റെ അഭിപ്രായത്തിൽ ലക്ഷ്മി നക്ഷത്രം കിട്ടിയ ഡിഗ്രി എല്ലാം തിരിച്ചു വാങ്ങാനാണ് എന്റെ അഭിപ്രായം. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി.
എസ് പിടിച്ച അഭിമാനത്തിൽ നിൽക്കല്ലേ? കോപ്പി അടിച്ച ആ വിഷയത്തിൽ പൊട്ടി. ഫ്രണ്ട് ഇരുന്ന ഒരു വിവരം ഉണ്ടോന്നല്ല ഞാൻ ഓ വിചാരിച്ചു. അങ്ങനെ കോപ്പി അടിച്ച സുരാജേട്ടാ, അവൻ എമ്മയുടെ പരീക്ഷയും ഇത് ബിഎയുടെ പരീക്ഷയും. ആ കോപ്പി അടിച്ചിട്ടുള്ള ഇന്റലിജന്റ് കഥ എന്ന് പറയൂ. ഹിന്ദി ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ചേട്ടനും ചേച്ചിയൊക്കെ നല്ല മാർക്ക് വാങ്ങിയിട്ടാണ് അവര് പാസ് ഔട്ട് ആയത്. അപ്പോ ഞാൻ ബാക്ക് ബെഞ്ചിലായിരുന്നു. അപ്പൊ ടീച്ചർ വന്നിട്ട് സുരാജ്, സുനിതയുടെയും സജിയുടെയും മോൻ അവിടെയല്ല ഫ്രണ്ടിൽ വന്നിരിക്കേ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പഠിക്കുന്ന പിള്ളേരാണല്ലോ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ഹിന്ദി എന്താന്ന് പോലും എനിക്കറിയില്ല. ടീച്ചർ അങ്ങോട്ട് രാജാ ദശരഥിനെ രാംകോ ബാക്കി വായിക്കുന്ന പരിപാടി ഉണ്ട് അവിടെ. ഇങ്ങനെ കാണിക്ക. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് കഹാ പറഞ്ഞു ഖുഷി ഖുഷി വഞ്ചലേ. അപ്പൊ ഞാൻ ക്ലാസ്സിൽ നല്ല ശ്രദ്ധിക്കുന്ന കുട്ടിയായി. ബാക്കി എല്ലാ അലമ്പന്മാരുമായി നിങ്ങൾ ഫ്രണ്ട് ഇരിക്കണം. അപ്പൊ ഈ നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുക്കപ്പെട്ടതാണല്ലോ ഈ ടെസ്റ്റ് പേപ്പർ. അത് ഒരു ദിവസം വന്നു, എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ തന്നു. ഞാൻ അപ്പുറത്തിരുന്ന റെജിമെന്റ് കറക്റ്റ് ആയിട്ട് അവന്റെ അക്ഷരം അതേപടി ഇങ്ങനെ കോപ്പി അടിച്ച് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോ ടീച്ചർ അവന്റെ പേപ്പർ എന്റെ കയ്യില. എന്നിട്ട് തിരിച്ചവൻ ഇങ്ങ് താളിയാന്ന് പറഞ്ഞ് ഇങ്ങനെ വലിച്ചതും ടീച്ചർ കണ്ടു. മോനെ നീ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക്, നീ എപ്പോഴും സുരാജിന്റെ കോപ്പി അടിക്കുന്നു. അവനെ ഞാൻ എന്നെ അടുത്ത് എനിക്ക് അരുണേ ഉള്ളൂ. റെജിമോനെ തൂക്കി. ഇനി അരുണിന്റെ അളിയാ പേപ്പർ എന്തെങ്കിലും എഴുതി വെക്കട്ടെ. അതും ടീച്ചർ കണ്ടപ്പോ എന്നെ എടുത്ത് ടീച്ചറുടെ ബെഞ്ചിൽ കൊണ്ടുപോയിരുത്തി. അല്ല മറ്റേ അവരുടെ കസേരയിൽ. അപ്പൊ ശരിക്കും കുറെ പേര് ഒന്ന് റീത്തൊക്കെ വയ്ക്കുന്ന പോലെ എനിക്ക് തോന്നിയത് ആ സമയത്ത്. പിന്നെ അതേപടി തന്നെ ക്വസ്റ്റ്യൻ അങ്ങോട്ട് അതേപടി എഴുതി വെച്ച് പിറ്റേന്ന് റിസൾട്ട് വന്നപ്പോ ടീച്ചർ പറഞ്ഞു സുരാജ് സ്റ്റാൻഡപ്പ്, നീ ഏറ്റവും ബാക്കിൽ തന്നെ ഇരുന്നു. നീ ഇവിടെ ഒന്നും ഇരിക്കേണ്ടവനല്ല, നീ പോയിട്ട് വല്ല സിനിമയിലെങ്ങനെ അഭിനയിക്കടാ പോരാ എന്ന് അന്ന് പറഞ്ഞതാണ്. ശാപം ഉപകാരം എന്ന് പറഞ്ഞു. എനിക്ക് കോപ്പി ഒരിത്തിരി പോലും ഞാൻ ഒരു സ്ഥലത്ത് പോലും കോപ്പി അടിച്ചിട്ടില്ല. ധൈര്യം ഇല്ലാണ്ടാണോ അതോ പഠിക്കണ റാങ്ക് ഹോൾഡർ ആണ് ഈ കുട്ടി? ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കുവോ? കാണിച്ചു കൊടുക്കും. അതിനുള്ള വിശാലം ടീച്ചേഴ്സിന് മാത്രം അല്ലാതെ വാല്യുവേഷൻ സമയത്ത് പറയാനുള്ളൊരു അനുഭവം പറയട്ടെ. ഇങ്ങനെ ചെയ്യാത്ത എന്നെ കുറിച്ചിട്ടാണ് ഞാൻ 12th പഠിക്കുന്ന സമയത്ത് കോപ്പി അടിച്ചു എന്ന് പറഞ്ഞൊരു ഞാൻ പഠിക്കുന്ന എലിഗേഷൻ വന്നു. ഞാൻ 12th പഠിക്കുമ്പോൾ എനിക്ക് 84% എന്തോ മാർക്കായിരുന്നു. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കാണ് ഒരു മാസത്തെ ബ്രേക്ക് എടുത്ത് ഉറക്കം 20 മിനിറ്റ്സ് ഒക്കെ നാപ്പൊക്കെ മാത്രം എടുത്തിട്ട് പവർ നാപ്പ് മാത്രം എടുത്തൊക്കെ പഠിച്ചാണ് ഞാൻ അത്രയും മാർക്സ് സ്കോർ ചെയ്തത്. പക്ഷെ എന്റെ സ്കൂളിൽ അന്ന് പഠിച്ചിരുന്ന എന്റെ തന്നെ ഫ്രണ്ടായിരുന്ന ഒരു കുട്ടിക്ക് അവിടുത്തെ പ്രിൻസിപ്പളുമായിട്ട് ചെറിയ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായി. അപ്പൊ ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആള് ഞാനായതുകൊണ്ട് അത് ഒരു അലിഗേഷൻ ഉണ്ടാക്കിയിട്ട് അതൊന്നും അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്തു. പക്ഷെ ഇത് കൊടുത്തത് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് ടീച്ചേഴ്സ് കൊണ്ടുവന്ന് ആൻസർ ഷീറ്റ്സ് ഒക്കെ തരും. ഞാൻ അതൊക്കെ നോക്കി എഴുതും. മറ്റേ ചെക്ക് ചെയ്യാനുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവിടെ പടക്കം പൊട്ടിക്കും. എന്ത് തരത്തിലുള്ള ഒരിക്കലും നടക്കാത്ത എന്തൊക്കെയോ അലിഗേഷൻസ് ഒക്കെയാണ് അവര് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തത്. അതെനിക്ക് വലിയൊരു വിഷമമാണ്. കാരണം ഒരു തവണയെങ്കിലും ജീവിതത്തിൽ ഒരു ഇച്ചിരിയെങ്കിലും കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്തിരിക്കുന്ന ഒരു കുട്ടിയുടെ ചോദിച്ച പോലും ഞാൻ ഇന്ന് വരെ ഒരു ഉത്തരം എഴുതിയിട്ടില്ല. ഇപ്പോഴും പല ആൾക്കാരും ഇതിനെക്കുറിച്ച് പരാമർശിച്ച് പല സ്ഥലത്തും ചോദിക്കാറുണ്ട്. അതൊരു വിഷമം തോന്നാറുണ്ട്. സത്യാവസ്ഥ കേട്ടല്ലോ അല്ലേ? ലൈക്ക് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നത് അത് കേൾക്കേണ്ടവർ കേൾക്കാനും കൂടെ വേണ്ടിട്ടാണ്. ഓക്കേ ചെയ്ത് നമ്മളെ പിടിച്ചില്ല. അതെ, അത് കാരണം നമുക്കിങ്ങനെ നാളെ രാവിലെ നവ്യയുടെ വീട്ടില് 2-3 കുട്ടികള് നീ എന്റെ നല്ലടി കണ്ടേ, നീ ടി വിയിലൂടെ ഇരുന്ന് പറഞ്ഞല്ലോ. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ.